ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാനോണിക്കൽ എൻസെമ്പിളിനെ പറ്റിയിട്ടാണ്. കാനോണിക്കൽ എൻസെമ്പിൾ ഈസ് എ കളക്ഷൻ ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ സിസ്റ്റംസ് ഈച്ച് ഹാവിംഗ് ഫിക്സഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഫിക്സഡ് വോളിയം വി ഫിക്സഡ് ടെമ്പറേച്ചർ T ബട്ട് ഡിഫറെൻറ്റ് എനർജീസ്. അതായത് ഇമാജിൻ യു ഹാവ് എ സിസ്റ്റം ലൈക്ക് എ ഗ്യാസ് ഇൻ എ ബോക്സ് connected to a heat reservoir. അതുകൊണ്ട് തന്നെ എനർജി ക്യാൻ ഫ്ലോ ഇൻ ആൻഡ് ഔട്ട്. സോ ദ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് നോട്ട് ഫിക്സഡ് ബട്ട് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഹീറ്റ് റിസർവോയർ എന്ന് വെച്ചാൽ ഒരു വെരി ലാർജ് സിസ്റ്റം. ഇറ്റ് ഹാസ് ഹ്യൂജ് ഹീറ്റ് കപ്പാസിറ്റി. അതുപോലെ ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച് ഈവൻ ഇഫ് ഇറ്റ് എക്സ്ചേഞ്ച് എനർജി. In canonical ensemble, instead of fixed energy, we deal with probability of each energy state. നമ്മൾ ഫിക്സഡ് എനർജി ആയിട്ടല്ല നമ്മൾ പരിപാടികൾ പകരം പ്രോബബിലിറ്റി ഓഫ് ഈച്ച് എനർജി സ്റ്റേറ്റുമായിട്ടാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ നമ്മൾ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്തത് NVE എന്ന് പറയുന്ന ഈ 3 ആൾക്കാരായിട്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഓൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എല്ലാം ഡിറൈവ് ചെയ്ത്. പക്ഷേ അധിക ഫിസിക്കൽ സിസ്റ്റത്തിലും ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. മീൻസ് മാത്തമാറ്റിക്കലി ഒമേഗ കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ്. ഇൻ റിയൽ എനർജി ഈസ് നോട്ട് ഫിക്സഡ്. അതുപോലെ യു കനോട്ട് ഐസൊലേറ്റ് എ സിസ്റ്റം കംപ്ലീറ്റ്ലി. സോ ഇൻ കനോണിക്കൽ നമുക്ക് ടെമ്പറേച്ചർ ഉപയോഗിക്കാം. ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ് നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രോബബിലിറ്റി ആയിട്ടാണ്. പ്രോബബിലിറ്റി ദാറ്റ് സിസ്റ്റം ഈസ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത് എനർജി ER. അതാണ് PR എന്ന് പറയുന്നത്. PR കണ്ടുപിടിക്കാൻ 2 വഴിയുണ്ട്. ഒന്ന് സിസ്റ്റം പ്ലസ് റിസർവോയർ ഇക്വിലിബ്രിയം, അടുത്തത് സിസ്റ്റം ഇൻ കാനോണിക്കൽ എൻസെമ്പിൾ വ്യൂ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റം പ്ലസ് റിസർവോയർ ഇക്വിലിബ്രിയം.